ആഹാ എന്ന മറുപടിയും ടീ ചൂടാക്കറിയാ? കടുപ്പം കുറവായിരുന്നു ചേച്ചി, പിന്നെ മധുരവും കുറച്ചുകൂടി ഇട്ട്. സൂപ്പർ. இந்த பாரு, கல்லுக்கு வந்து நூடுல்ஸ் ഉണ്ടാക്കணும், அதுக்கப்புறம் பால் சூடாக்கி குப்பியிலாக்கணும், இதெல்லாம் செய்யணும். പാല് ചൂടാക്കി കുപ്പിയിലാക്കണതിന് സ്കൂളിൽ പോകാൻ വേണ്ടാമാ? പാല് കല്ലൂന് സ്കൂളിൽ കൊടുത്തേക്കാൻ. എന്റെ പൊന്നേച്ചി, ഇവിടെ തന്നെ പാല് ചൂടാക്കി കൊടുത്താൽ അവള് കുടിക്കൂല. പിന്നെ എന്തിനാണ് സ്കൂളിൽ കൊടുത്തേക്കണ? വല്ല വെള്ളം ചൂടാക്കി കുപ്പിയിലാക്കി കൊടുത്താൽ കുഞ്ഞു കുടിക്കും. அப்படின்னா முட்டை പൊരിച്ച് കൊടുക്കலாமா? ചേച്ചി, ഉച്ചയാകുമ്പോ മുട്ട തണുത്തു പോവും. നമുക്ക് മുട്ട പുഴുങ്ങി കൊടുക്കാം. അല്ല, ലച്ചുവിനോട് ചോദിച്ചില്ലേ എന്തോന്ന് ഉണ്ടാക്കണോന്ന്? ലച്ചു தான் சொன்னா நூடுல்ஸ் ഉണ്ടാக்கிறதுக்கு. அதுக்கப்புறம் ലച്ചു வந்து കല്ലൂക്ക് പിന്നാടി ഓടിയിട്ട് ഇരിക്ക. ഒരു വലിയൊരു അമ്മ വന്നേക്കുന്നു. വേറെ ആരും പിള്ളേരെ പള്ളിക്കൂടത്തി വിട്ടിട്ടില്ല. ചില നേരത്തെ ലച്ചുവിന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞോണ്ടല്ലോ അടിച്ച് ശരിയാക്കാൻ തോന്നുന്നു. എന്തോന്നമ്മാ, എന്താ പ്രശ്നം? കല്ലും പാറും കൂടെ സോഫായി കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലച്ചു അവിടെ കൊച്ചിന്റെ യൂണിഫോം തേച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, യൂണിഫോം ഞാൻ തേക്കാം, നീ കൊച്ചിനെ കുളിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറയുമോ, നീ അമ്മൂമ്മ യൂണിഫോം തേച്ചാല് ചുളുക്കം മാറത്തില്ല, അതുകൊണ്ട് ഞാൻ തേച്ചോളാം. ഓ ശരി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ കൊച്ചിനെ കുളിപ്പിക്കാം. അപ്പൊ പറയുമോ, നീ കൊച്ചിനെ ഞാൻ കുളിപ്പിച്ച അടങ്ങി ഒതുങ്ങി കൊച്ചവിടെ നിക്കത്തില്ല, ശരിയാവത്തില്ല, അമ്മൂമ്മ കുളിപ്പിച്ച വൃത്തിയാവത്തില്ലെന്ന്. അതവള് പറഞ്ഞ സത്യമല്ലേ? എന്തോന്ന് സത്യം? അതിന് ലച്ചുവിന് എന്തോ അറിയാം? ലച്ചുവിന്റെ കൊച്ചിലെ അവള് പാളെ കിടക്കുന്ന സമയം മുതല് ലച്ചുവിനെ എണ്ണ തേപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും എടുത്തോണ്ട് നടക്കുന്നതും ഒക്കെ ഞാനായിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെ കുഴപ്പം. ഇപ്പൊ എനിക്കൊന്നും അറിയത്തില്ലെന്ന് അവൾ എന്നെ പഠിപ്പിക്കാൻ വരുന്നു. അമ്മ ഇങ്ങനെയൊക്കെ നോക്കിയതുകൊണ്ടാണ് ലച്ചു ഇങ്ങനെ ആയിപ്പോയത്. എന്താ കാര്യം പറ. ആഹാ, ഇവിടെ നിക്കുവായിരുന്നു. എങ്ങ് വന്നേ. എന്തോന്നടേ? അവളെ വിട്ടെ. என்ன விஷயம் சொல்லு. കനേന്റെ വീടല്ലേ, എന്നെ അടിക്കും. ஐயோ, அடிக்கலாம் கூடாது, அடிக்கவும் மாட்டான். என்ன விஷயம் சொல்லு. ഞാൻ അവളെ തൊട്ടും കൂടെ ഇല്ല. തൊട്ട ഇവള് നിന്നെ തിരിച്ചു തൊടും. കാര്യം പറ മോള്. சொல்ல പറയാൻ ഞാൻ. ഇവക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, പകരം സ്കൂളിൽ വേറെന്തോ പ്രോഗ്രാം. ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അവൾക്ക് പോവണ്ടാന്ന്. ശരി, പോവണ്ട, കുഴപ്പമില്ല, ആയിക്കോട്ടെ. അതും പോരാഞ്ഞിട്ട് ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കല്ലുമോളെ വിളിച്ചിരുത്തി പറയുക, മക്കളെ ഇന്ന് സ്കൂളിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇന്ന് കുഞ്ഞമ്മ വീട്ടിലുണ്ടല്ലോ, നമുക്ക് ഒളിച്ചും പാത്തും കളിക്കാം. പിന്നെ മാഡം പറയുവാണ്, ഈ സ്കൂളെ അത്ര വലിയ രസമൊന്നുള്ള പരിപാടിയൊന്നുമല്ല, അതുകൊണ്ട് ഇപ്പൊ ധൃതിപ്പെട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, പറ്റുമെങ്കിൽ മക്കളൊരു 2 ആഴ്ചയും കൂടെ വീട്ടിലിരിക്കുന്നു. അമ്മ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവളെ ഒന്ന് ഇളക്കാൻ പറഞ്ഞതാ. നീ ഇളക്കും, കൊച്ചു കയറി ഇടന്നിരിഞ്ഞ് നിൽക്കും, അവസാനം ലക്ഷ്യച്ചെടുത്ത് രണ്ടിനും നല്ല അടി വരും. சிவா, நம்ம கல்லு வந்து அங்க குளிப்பளத்துல ஸ்கூல்ல போனால അതെന്തോന്നാണ് ആന്റി, കുറച്ചു നാൾ എങ്ങാണ്ടല്ലേ. അവിടെ ചെന്നപ്പോഴത്തേക്കും കരച്ചിലായി, നിലവിളിയായി, ബഹളമായി. അതുകൊണ്ടല്ലേ പിന്നെ അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ട് ചേർത്തത്. അത് മാത്രമല്ല ആന്റി, പിള്ളേര് പഠിച്ചു തുടങ്ങുന്ന പ്രായമാണ്, ഇപ്പൊ വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇവിടത്തെ ഓരോരുത്തരുടെ അവസ്ഥയായി പോവും. കല്ലു ഇപ്പോഴേ സ്കൂളിൽ പോകണ്ടായിരുന്നു. ആഹാ, ഇപ്പഴേ സ്കൂളിൽ പോകണ്ടായിരുന്നെന്ന്. ഇപ്പോഴേ വൈകി. ഇനിയെങ്കിലും കൊച്ചു പോയി പഠിച്ചു തുടങ്ങട്ട് പാറു. ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ആന്റി, കല്ലുമോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടേ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞു വെച്ചോ. അയ്യോ, ആനാ ലച്ചു നൂഡിൽസ് தான் ഉണ്ടാക്ക சொன்னா. നൂഡിൽസോ? ആ ചിലപ്പോ രാവിലെ കൊടുക്കാനായിരിക്കും. ആന്റി ഫ്രൂട്ട്സ് അരിഞ്ഞോ. ആന്റി, എനിക്കും വേണം നൂഡിൽസ്. ഈയടാ, നൂഡിൽസ് ഒക്കെ സ്കൂളിൽ പോണ പിള്ളേർക്കാണ്. ഞാൻ തൽക്കാലത്തേക്ക് വിട്ട് വെച്ചേക്കുവാ. ഇനിയും ആ കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഇളക്കി കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. ചേച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. ചേച്ചി എങ്ങാണല്ലേ ചേച്ചി അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി കല്ലുവിനെ സ്കൂളിൽ വിടുന്ന മാറ്റി വെച്ചിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വരും. അപ്പൊ അറിയാം, എന്നിട്ടാണ് ഇവിടെ കിടന്നിട്ട്. മുമ്മ, ഞാൻ പോയിട്ട് വരാം, എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആവും. ഓക്കെ, ബൈ. നേരത്തെ ഇങ്ങ് വരണം. അതാണല്ലോ പറഞ്ഞ് എത്താനായിട്ട് ലേറ്റ് ആവും. ബൈ. എന്തോ ഒരു ചിരി. കല്ലുവേ, കല്ലുവേ, ഈ കൊച്ചിത്തോടെ പോയി. കല്ലുവേ, ബാ, സ്കൂളിൽ പോണ്ടേ? ബാ, ദേ യൂണിഫോം ഒക്കെ തേച്ച് വെച്ചേക്കുന്നു. കല്ലുവേ, വിളിയും കേക്കൂല. കല്ലുവേ, ബാ. കട്ടിലടി കയറിക്കണ, ബാ, സ്കൂളിൽ പോവാം. ഞാൻ പോകുന്നില്ല. പുതിയ യൂണിഫോം ഇതൊക്കെ ഇട്ട് പോയേണ്ടത് സുന്ദരിയായിരിക്കും. ബാ. എനിക്ക് വേണ്ട.
വേണ്ടെന്നാ എന്നാ ബാ കുളിക്കാം ബാ. അച്ഛനേക്ക് കൊണ്ടു കൊടുക്ക കുളിക്കാൻ. അച്ഛനും കൊണ്ടേ കുളിക്കാൻ എന്തോന്ന് കുളിക്കാൻ യൂണിഫോം ആണോ? ആ ആ അതൊക്കെ അച്ഛനെ കൊണ്ടേ കൊടുക്കാം. ആദ്യം ബാ കുളിക്കാം ബാ. വേണ്ട. സമ്മതിക്കില്ല. ഇവിടെ വാ. നീ പോ, ഇവിടെ വാടി ഇവിടെ. വാ 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 തലയിലേക്ക്. ഞാൻ വലിച്ചഴിച്ചോണ്ട് കൊണ്ടുപോകും കേട്ടോ. വാ ഇവിടെ ഇവിടെ തലയിടിക്കില്ല. വാ ഇറങ്ങിയാ എവിടെ പോണ്? വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ. പട്ടാക്ക് കുളിപ്പിക്കട്ടെ? വേണ്ട. ആ എന്താ എനിക്ക് കുളിക്കുന്ന ഇഷ്ടമല്ല. കുളിക്കണ ഇഷ്ടല്ലേ? ഞാൻ കുളിക്കാതെ എങ്ങനെ വൃത്തിക്ക് സ്കൂളിൽ പോകുന്നേ? എന്നാ സ്കൂളിൽ പോണം. സ്കൂളിൽ പോണം. സ്കൂളിലൊക്കെ എന്തായാലും പോയി പറ്റത്തുള്ളൂ. സ്കൂളില് കുളിപ്പിക്കാൻ വിളിച്ചിട്ട് വരണ്ടേ? എന്താ എന്നെ എടുക്ക്. എടുക്കാനാ? എനിക്ക് കുളിക്കൊന്നും വേണ്ട, സ്കൂളിലൊന്നും പോകണ്ട. വേണ്ടെന്നാ വേണ്ടെന്ന്. നീ എന്താ തിന്നണേ? ആപ്പിൾ എവക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മുറിച്ചത്. ഞാൻ അത്ര മധുരില്ല ചേട്ടാ, ചെറിയ പുളി. പുളിയാണോ? എന്നാ എനിക്ക് സ്കൂളിൽ പോണ്ട. അതെന്തൊരു കാരണം? ആപ്പിളിന്റെ പുളി അതുകൊണ്ട് സ്കൂളിൽ പോകണ്ടാന്ന്. ആപ്പിൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൂട്ടത്തിൽ എന്തായാലും ഇച്ചിരി ന്യൂഡിൽസും കൂടെ വെച്ചാ പോരെ? ആ ആ ഓക്കെ. നൂഡിൽസിനകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട്. ചേച്ചി പ്ലീസ്. പിന്നെ എങ്ങനെയുണ്ട് യൂണിഫോം? വെച്ചോക്കട്ടെ, സുന്ദരിയാണോന്ന് അറിയണ്ടേ? ആ യൂണിഫോം വെച്ചോക്കെ കൊള്ളാല്ലേ? യൂണിഫോം. അമ്മ ഒരു മിനിറ്റ്. ആ മാമനും ചേരുന്നുണ്ട്. മാമനെ വിടാ സ്കൂളില്. ഇല്ല, മാമന് ഇഷ്ടപ്പെട്ടില്ല. കളറ് പോരാ. കളറ് പോരുന്ന കളറ് നല്ല കളറല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ കളർ കൊള്ളൂലേ? കൊള്ളു. എനിക്ക് സ്കൂളിൽ പോണ്ട. കൊള്ളാത്ത യൂണിഫോം എനിക്ക് പോകണ്ട. കൊള്ളാത്ത യൂണിഫോം. പുതിയ വാക്കുകളൊക്കെ കണ്ടുപിടിക്കണേ. എന്നാലും ഇതിട്ടോണ്ട് പോയാ മതി, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അവര് സ്കൂളിൽ കയറ്റിലൂടെ പോയി കഴിഞ്ഞാ ബാ സമയം പോണം, കുളിക്കണ്ടേ? സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കുളിക്കാം. നമുക്ക് കുളിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കളിക്കാം. ബാ. ആ അതാണ് നല്ലത്. വൈകിട്ട് വന്നിട്ട് കളിക്കാം. വേണ്ട, എന്റെ അമ്മൂമ്മ എന്നെ കുളിപ്പിക്കും. എന്റെ അമ്മൂമ്മ? ആഹാ, അത് നേരത്തെ അമ്മൂമ്മ കുളിപ്പിക്കാന്ന് പറയുന്ന കേട്ട്, അത് കേട്ട് പറയണതാ. ആ അല്ലേ അവള് വൈകിട്ട് വരെ ഇരിക്കണ സ്കൂളില്? എവിടെ ഒന്ന് വൈകിട്ട് വരെ? എന്റെ പിള്ളേരെ ഞാൻ ഉച്ചയാകുമ്പോ വിളിച്ചോണ്ട് വരൂലേ അല്ലേ? എന്നാ ബാ കുളിക്കും. വേണ്ട, കൊറേ ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ പോവല്ലേ, അതുകൊണ്ട് ആരെങ്കിലും ഇവിടുന്ന് പോയി സ്കൂളിൽ നിൽക്കണം. അച്ഛനമ്മയും നിന്നാ മതി. അത് വേണ്ട, കേശുമാമൻ പോയി നിൽക്കും. ആടി ഞാൻ അവള് സ്കൂളിലും കൂടെ പോയി കാവലിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. എന്റെ കൊച്ചു ആരുടെ പേര് പറയുന്നോ അവര് സ്കൂളിൽ വന്ന് നിൽക്കും. പോരെ? ആ സമയം പോടും, ബാ കുളിക്കാന്ന്. പോ നോക്കി. എനിക്ക് വിശക്കുന്നു. അടുത്ത നമ്പറും കൊണ്ട് ഇറങ്ങിയേക്ക. നമുക്ക് കുളിച്ചിട്ട് എന്തെങ്കിലും ഞം കഴിക്കാം. ബാ. ലച്ചു, കൊച്ചിന്റെ ഷൂസും സോക്സും ഒക്കെ സെറ്റ് അല്ലേ? പിന്നെ അതൊക്കെ ഞാൻ ഇന്നലെ സെറ്റാക്കി വെച്ചതാ. അമ്മേ, എനിക്ക് നല്ലൊരു ചൂട് ചായ തരോ? അടുത്ത അടവ് ചൂട് ചായ. അതാവുമ്പോ ഊതി ഊതി വൈകിട്ട് 4 മണി വരെ ഇവിടെ ഇരിക്കാമല്ലോ അല്ലേ ചേച്ചി? എടി നിന്റെ അടവ് നമുക്ക് അറിഞ്ഞിടുന്നു വിചാരിച്ചാ. പെട്ടെന്ന് ഒരു ചായ കൊടുത്തോ? എന്തിന് വിശക്കണമെന്നല്ലേ അവക്ക്? നമുക്ക് ആദ്യം ടപ്പനെ കുളിച്ചിട്ട് ടപ്പനെ ഫുഡൊക്കെ കഴിച്ച് ടപ്പനെ ഷൂ സോക്സ് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നമുക്ക് പോവാം. വഴി